ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവില് വീണ്ടും ട്വിസ്റ്റ് ആണ്. ഇത്തവണ ബിഗ് ബോസ് ആണ് ട്വിസ്റ്റ് കൊണ്ടുവന്നത്. മത്സരാർത്ഥികളോട് വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? 6 പേരോടുമാണ് ചോദിക്കുന്നത്, കഴിഞ്ഞ ടാസ്കിലുള്ള പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. അതിൽ ശാരിക ബിന്നി അത്ര നന്നായി പെർഫോം ചെയ്തില്ല എന്ന് പറയുന്നു. അവിടെ ഒരു ചെറിയ വഴക്കുണ്ടാവുന്നു. അതുപോലെ അനീഷ് നമ്മുടെ അനുമോളുടെയും ശരത്തിൻ്റെയും പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നു. പകരം എന്തെങ്കിലും ഒരു മാർഗം കാണണം, ഇല്ലെങ്കിൽ ഈ വീട്ടിലെ എൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകുമെന്ന് പറയുന്നു. അങ്ങനെ അതേ തുടർന്ന് നമ്മുടെ അപ്പാനിയും അനുമോളും വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുകയും വലിയൊരു വഴക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം അനീഷ് പറഞ്ഞത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ടീമിനെ ഒന്ന് ഷഫിൾ ചെയ്തു. ബിഗ് ബോസ് എല്ലാവരുടെയും പേരെഴുതി ഒരു ബൗളിൽ ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് 2 പേരെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം വന്നത് രണയാണ്. രണ എടുത്തപ്പോൾ ബിന്നിയും ശരത്തുമാണ് രണയുടെ പുതിയ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത് വന്നത് സരികയാണ്. സരികയ്ക്ക് കിട്ടിയത് അക്ബറും അനുമോളുമാണ്. ഇനി മുതൽ അവരായിരിക്കും സരികയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുക. രേണുവാണ് മൂന്നാമത് വന്നത്. ഷാനവാസും നെവിനുമാണ് രേണുവിന് കിട്ടിയത്. രേണുവിന് വേണ്ടിയിട്ട് ഇവരായിരിക്കും ഇനി കളിക്കുക. ശാരികയാണ് അടുത്ത് വന്നത്. ബിൻസിയും അഭിലാഷുമാണ് ശാരികയ്ക്ക് കിട്ടിയത്. അടുത്തതായിട്ട് വന്നത് നമ്മുടെ സാബു ആണ്. ജിസേലും ആര്യനുമാണ് സാബുവിന് കിട്ടിയ പേരുകൾ. അനീഷിന് അവസാനമായിട്ടാണ് വന്നത്. ശൈത്യ, ആദില, നൂറ എന്നിവരാണ് അനീഷിനൊപ്പം കിട്ടിയത്. അപ്പോൾ ഇനി ഇവരൊക്കെ ആയിരിക്കും ഈ 6 പേർക്കും വേണ്ടിയിട്ട് മത്സരിക്കുക. അങ്ങനെ ഒരു ചെറിയ ട്വിസ്റ്റ് ഗെയിമിൽ വന്നിരിക്കുകയാണ്.